ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന, പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നു. ആര് പറഞ്ഞിട്ടാണ് അവർ വഞ്ചിയിൽ കയറി യാത്ര ചെയ്യുന്നത്? ആര് പറഞ്ഞിട്ടാണ്? ഈശോ പറഞ്ഞിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരാരുടെ കൂടെ ജീവിക്കുന്നവരാണ്? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിറകെ നടക്കുന്നവർ ഈശോ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോവുകയാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ല. അവര് ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരാണ്, ഈശോയുടെ കൂടെ നടക്കുന്നവരാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇപ്പൊ ഈശോ പറഞ്ഞിട്ട് അവര് വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോവാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, രണ്ട് പിള്ളേരെ അടക്കിയിരുത്തും. അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് മാത്രമല്ല, അവര് ചെയ്യുന്നത് 100% ശരിയാണ്. കാരണം ഈശോ പറഞ്ഞിട്ട് ചെയ്യാം. ഇങ്ങനെ ഈശോ പറഞ്ഞിട്ട് അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നമ്മൾ പറയാറില്ലേ, നമ്മൾ ഈശോയോട് കൂടെ ഈശോയ്ക്ക് വേണ്ടി ഈശോ പറഞ്ഞതുപോലെ ചെയ്താൽ എല്ലാം ശരിയാവുന്നു. ഇല്ലേ? ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പോ ഇവര് ഈശോയോട് കൂടെ ജീവിക്കുന്നവർ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, ഈശോ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞ പോലെ ഒരു കാര്യം രാത്രി ചെയ്യുമ്പോൾ, രാത്രിക്ക് രാത്രി വഞ്ചിയും വലിച്ചു പോവാണ് പാവങ്ങൾ. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. നമ്മളുടെ ഒരു ഭാഷയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, പക്ഷേ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു. എന്താണ് ഒന്നാമത്തെ സന്ദേശം? നമ്മൾ ഈശോയോട് കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും, ഈശോ പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. ഈശോ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ അച്ചട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തുണ്ടാകാം? പ്രതിസന്ധി ഉണ്ടാകാം. അതാണ് അതിന്റെ ഒരു അർത്ഥം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായി. എത്ര നേരം ഉണ്ടായി? കൃത്യമായിട്ട് നമുക്കൊരു അറിവില്ലെങ്കിലും ഇവർ വൈകിട്ട് ഒരു 8 മണിക്ക് യാത്ര തുടങ്ങിയാണെന്ന് വിചാരിക്കും. സപ്പറൊക്കെ കഴിഞ്ഞിട്ട്, ഡിന്നറൊക്കെ കഴിച്ച്, കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് വഞ്ചി കയറിയെന്ന് വിചാരിക്കും. കയറിയപ്പോ തുടങ്ങി കാറ്റും ബഹളമാണ്. ഈശോ വരുന്നത് എപ്പോഴാണ്? ഈശോ വരുന്നത് നേരം വെളുക്കാറാവുമ്പോഴാണ്. നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഈശോ വിളിച്ച വിളിപ്പുറത്തുണ്ടാവണമെന്നാണ്, അല്ലേ? അപ്പൊ തന്നെ വരണമെന്നാണ്. പക്ഷെ ഈശോ നേരം വെളുക്കാറാകുമ്പോ വരികയാണ്. നേരം വെളുക്കാറാകുമ്പോ അപ്പൊ ചില സമയത്ത് ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ, ചില രാത്രികളിൽ ഇവര് യാത്ര ചെയ്യുന്നത് രാത്രിയാണ്. അപ്പൊ ഈ രാത്രി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതിസന്ധിയുടെ ലക്ഷണമാണ്. അങ്ങനെ ഒരു സമയത്ത് ഇളകി മറിയുന്ന ജീവിത സാഗരത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കാം. ഇനി ഈശോ നേരം വെളുക്കാറാവുമ്പോ വരികയാണ്. വെളുപ്പിന് 4 മണി വരുമ്പോ ഇവരെന്താ വിചാരിക്കുന്നത്? ഈശോ വരുന്നത് കണ്ടപ്പോൾ, ആ ഈശോ കടലിന് മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് എന്ത് തോന്നി? ഭയങ്കര സന്തോഷമൊന്നും തോന്നിയില്ല. ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവര് പറയുകയാണ്, അയ്യോ ഭൂതം വരുന്നേന്ന്. ആരാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്? ഈശോ തന്നെയാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അവര് ഈശോയെ കണ്ടപ്പോ ആരായിട്ട് വിചാരിച്ചു? പിശാചാണെന്ന് വിചാരിച്ചു. നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര പ്രതിസന്ധിയിൽ ഇരിക്കുന്ന നേരത്ത് കർത്താവിന്റെ ഒരു ദൂതൻ, കർത്താവ് തന്നെ വന്നാലും നമുക്കൊരു സംശയമാണ്, ഇത് കർത്താവ് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഡിസപ്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ ഇവര് പറഞ്ഞു ഭൂതം വരുന്നു. അപ്പൊ തന്നെ ഈശോ പറയാണ്, ഉടനെ ഒരു വാക്കൗട്ട്, ഈശോ പറഞ്ഞു, ഭയപ്പെടണ്ട, ഇത് ഞാനാണ്. ഏഗോ ഏമി. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദമാണ് ഞാനാകുന്നു. മോശ ദൈവത്തോട് മലമുകളിൽ വെച്ച് കത്തുന്ന മുൾപടർപ്പിൽ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ഞാനാകുന്നു. ഐ ആം ഹു ഐ ആം, ഏഗോ ഏമി. ആ വാക്കാണ് ഈശോ ഇവരോട് പറയുന്നത്. ഞാൻ പ്രപഞ്ച സ്രഷ്ടാവായ ദൈവമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഞാൻ പ്രപഞ്ചത്തിന്റെ ഉറവിടവും
ലക്ഷ്യവുമായ ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരങ്ങൾ എന്റേതാണ്. ഇത് ഞാനാണ്. ഞാൻ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. നീ കാറ്റ് കണ്ട് കടല് കണ്ടൊന്നും പേടിക്കണ്ട. കർത്താവ്, ഞാനാണ് കർത്താവ്. ഇത് പറയും. അപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളൊരു സന്ദേശമാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ ഇരിക്കുന്നവൻ നമ്മളോട് പറയാണ് ഇന്ന് ഈ രാത്രിയില്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കർത്താവ് ഞാനാണ്. പ്രളയം വരാം, ഉരുൾപൊട്ടൽ ഉണ്ടാകാം. നീ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവനാണെങ്കിലും നിന്റെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങള് ഒക്കെ, വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈശോ പറയാണ്, ഭയപ്പെടണ്ട, ഞാനാണ്. നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള ഉത്തരം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇത് ഞാനാണ് എന്ന് പറയുന്ന ഈശോയുടെ ആ വചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കുള്ള ഏറ്റവും പൂർണ്ണമായ ഉത്തരം എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഞാനാണ്. ആ ഉത്തരത്തിൽ ഇവരുടെ പ്രശ്നം അവസാനിക്കാം. അപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങാണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കും കടലിന് മീതെ നടക്കണം. ഈശോ പറഞ്ഞു, ഞാൻ നടന്നതുപോലെ നീയും നടന്നുകൊള്ളുക. ഈശോയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈശോ ചെയ്തതുപോലെ നമ്മളും ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ കടലിന് മീതെ നടന്നോ? നമ്മളും നടന്നോളാൻ ഈശോ പറയാണ്. പ്രതിസന്ധികൾക്ക് മീതെ നടക്കാൻ ഈശോ ക്ഷണിച്ചു. പത്രോസിന് കടലിന് മീതെ നടക്കാൻ കഴിഞ്ഞോ ഇല്ലയോ? എന്താണ് ഉത്തരം? പത്രോസിന് കടലിന് മീതെ നടക്കാൻ കഴിഞ്ഞോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ്, പത്രോസ് കടലിന് മീതെ നടന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയെ നോക്കിയവർ, ഈശോയെ നോക്കി പത്രോസ് നടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നോട്ടം ഈശോയിൽ നിന്ന് മാറി ലോകത്തിലേക്ക് നോക്കാൻ തുടങ്ങി, കാറ്റിലേക്ക് നോക്കാൻ തുടങ്ങി, കടലിലേക്ക് നോക്കാൻ തുടങ്ങി, പുറകിലുള്ളവരിലേക്ക് നോക്കാൻ തുടങ്ങി, സൈഡിലുള്ളവരിലേക്ക് നോക്കാൻ തുടങ്ങി. അച്ഛാ, ഞങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്നവരൊക്കെ പ്രശ്നമാണ് അച്ഛ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രശ്നക്കാരാണ്. അവരൊക്കെ വിശ്വാസം ഇല്ലാത്തവരാണ്. അവര് മന്ത്രവാദം ചെയ്യുന്നവരാണ്. അവര് കൂടോത്രം ചെയ്യുന്നവരാണ്. അപ്പുറത്തും ഇപ്പുറത്തും മുമ്പിലും പുറകിലുള്ളവരൊക്കെ പ്രശ്നക്കാർ. നിന്നോട് ആരാണ് പറഞ്ഞത് അപ്പുറത്തും ഇപ്പുറത്തും മുമ്പിലും പിറകിലും നോക്കാൻ? ലുക്ക് അറ്റ് ജീസസ്. പലപ്പോഴും നമ്മൾ മുങ്ങിപ്പോകുന്നത് പിറകിലേക്ക്, മുമ്പിലേക്ക്, സൈഡിലേക്കൊക്കെ നോക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയം, നമ്മുടെ ദൃഷ്ടി കർത്താവിൽ ഉറപ്പിച്ചു വെച്ചാൽ നമുക്ക് ധീരതയോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇവനൊരു പരാജയം സംഭവിച്ചു. അവൻ സൈഡിലേക്ക് നോക്കി. ഇനിയിപ്പോ നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കാൻ പറ്റുമോ? ചില ആളുകൾ അങ്ങനെ ഉണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. തെറ്റിപ്പോ എല്ലാവർക്കും പറ്റൂലേ? അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ തെറ്റായിപ്പോയിന്ന്. പക്ഷെ ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞാൽ അവർക്ക് മതിയാവില്ല. ഒരു 100 പ്രാവശ്യം അത് തന്നെ പറയും. അപ്പോൾ ഈ തെറ്റുപറ്റി, പത്രോസിന് തെറ്റുപറ്റി. പത്രോസ് മുങ്ങാൻ തുടങ്ങുമ്പോൾ പത്രോസിന് എന്ത് മനസ്സിലായി? എനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായി. അത് നല്ലൊരു കാര്യമാണ്. ചില ആളുകൾ മുങ്ങാൻ തുടങ്ങുമ്പോഴും അവർക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാവേ ഇല്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കേയില്ല. മുങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന കഠിന ഹൃദയരുണ്ട്. ഹല്ലേലൂയ. മുങ്ങാൻ തുടങ്ങിയപ്പോ പത്രോസിന് ബോധം വന്നു. പത്രോസ് ഒരൊറ്റ വിളിയാണ്. എന്താണ് വിളിക്കുന്നത്? കർത്താവേ, രക്ഷിക്കണമേ. എത്ര വാക്കുണ്ട് അതിനകത്ത്? മലയാളത്തിൽ എത്ര വാക്കുണ്ട്? 2 വാക്കാണ്. കർത്താവെ, രക്ഷിക്കണം. ഇംഗ്ലീഷിൽ ലോർഡ് സേവ് മീ. 3 വാക്ക്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വലിയ നീളം കൂടിയ പ്രാർത്ഥനയൊന്നും വേണ്ട. മുങ്ങാൻ തുടങ്ങുമ്പോൾ വലിയ നീളം കൂടിയ പ്രാർത്ഥനയൊന്നും വരില്ലല്ലോ. രക്ഷകനും ലോക സൃഷ്ടാവും സർവശക്തനുമായ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് രക്ഷിക്കണമെന്ന്. മുങ്ങാൻ തുടങ്ങുന്നവന്റെ വായെന്ന് 2 വാക്കുള്ളൂ. അവനൊരൊറ്റ വിളിയാണ്. എന്താണ്? കർത്താവേ, രക്ഷിക്കണമേ. കൂടുതൽ വർത്താനം പറഞ്ഞാൽ എന്ത് പറ്റും? വെള്ളം കൂടുതൽ കുടിക്കും. അപ്പോ ഈ ചെറിയ പ്രാർത്ഥനകൾ മതി.
അവൻ കർത്താവെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു. അതിനുശേഷം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വാക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഉടനെ അവിടെ കർത്താവ് ലേറ്റ് ആവുന്നില്ല. അവൻ ശരിക്കൊന്ന് താന്ന് വെള്ളം കുടിച്ച് അവനൊരു പരിവാവട്ടെ എന്ന് പറയുന്നില്ല. അപ്പോൾ ഉടനെ പ്രവർത്തിക്കേണ്ട സമയത്ത് കർത്താവ് ഉടനെ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ആ ഉടനെ എന്നുള്ള സ്ഥലത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നതല്ല, ഉടനെ ഈശോ കൈ നീട്ടി അവനെ പിടിച്ചു. പേടിച്ച് നമുക്ക് കർത്താവിനെ നന്ദി പറയാം. നമ്മള് നശിച്ചു പോകാൻ, നമ്മൾ മുങ്ങിപ്പോകാൻ കർത്താവ് ഇടവരത്തിൽ കൈനീട്ടി അവനെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചോദിക്കട്ടെ, ഈശോയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. താന്നു പോവല്ലേ, പൊന്തി പോരട്ടെ എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ഒരു വാക്ക് പറഞ്ഞാ പോരെ? ഒരു വാക്ക് പറഞ്ഞിട്ടല്ലേ ലാസർ പുറത്തു വരാൻ പറഞ്ഞു, ലാസർ പുറത്തു വന്നു. കൈ പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഈശോയ്ക്ക്. പക്ഷേ ആ കൈ പിടിക്കുന്നത് ഒരു സൂചനയാണ്. നീയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ സൂചനമാണ് കൈ പിടിക്കുക എന്ന് പറയുന്നത്. ആരാണ് കൈ പിടിച്ച് നടക്കുന്നത്? ഞാൻ കൈ പിടിച്ച് നടക്കാറില്ല. നല്ല റിലേഷൻഷിപ്പിലുള്ളവരാണ് കൈ പിടിച്ച് നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് നടക്കുന്നത്? ഓ, ചിരി വരുന്നുണ്ട്. അതാ കാലമൊക്കെ പോയി. നീ പുറകെ വന്നോന്ന് പറഞ്ഞ് നടക്കാണ്. കൈ പിടിച്ച് നടക്കും. കൈ പിടിക്കാതെ നടക്കാനേ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ കൈ പിടിക്കുകയാണ്. റിലേഷൻ, ബന്ധമാണ്. നീ പ്രിയപ്പെട്ടവനാണ്. ഈശോ തൊട്ടവനെ ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ടിന്, അതായത് ശാരീരികമായ ഒരു സ്പർശനത്തിന് വലിയ ആശ്വാസവും വലിയ ശക്തിയും നൽകാൻ പറ്റും. ഒന്ന് ചേർത്ത് പിടിക്കുന്നതിന്, ഒന്ന് തോളിൽ തട്ടുന്നതിന്, ഒന്ന് കരം പിടിക്കുന്നതിന്, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴൊക്കെ പോലും അതിന് വലിയ ഒരു ഇന്റിമസി, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നീ എൻ്റെ ചങ്കോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊരു അർത്ഥത്തിൽ ഈശോ അവനെ പൊക്കിയെടുത്തിട്ട് ഈശോ എന്ത് ചെയ്യാണ്? അവനെ രക്ഷിച്ചു. രക്ഷിച്ചതിന് ശേഷം എന്താ പറയുന്നത്? അവനെ ശാസിക്കുന്നു. അത് നല്ലൊരു ചിന്തയാണ്. മുങ്ങിപ്പോകുന്ന സമയത്തല്ല ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടത്. നീ മുങ്ങിപ്പോവാണല്ലേ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അവിടെ വെച്ച് കുറ്റപ്പെടുത്തരുത്. ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, ഒരു പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുന്ന ആളെ ആ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ കുത്തി മുറിവേൽപ്പിക്കരുത്, ശാസിക്കരുത്, ശിക്ഷിക്കരുത്. ആദ്യം അയാളെ അവിടെ നിന്ന് രക്ഷിച്ചെടുത്തിട്ട് കംഫർട്ടബിൾ ആക്കുക, എന്നിട്ട് ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്യണം. ഇവനെ പൊക്കിയെടുത്ത് അവനെ ഓക്കെ ആക്കിയിട്ട് ഈശോ പറഞ്ഞു, നിന്റെ അല്പവിശ്വാസി, നീ എന്തിനാടാ സംശയിച്ചത്? ഈശോയുടെ ശിക്ഷയും ശാസനവും ഒക്കെ അവനെ രക്ഷിച്ചിട്ടാണ്. നമ്മളെ പ്രിയപ്പെട്ടവരെ കർത്താവ് ശിക്ഷിക്കും, ശാസിക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മളെ കരക്ക് കയറ്റി കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തും. ഹല്ലേലൂയ. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അതിനുശേഷം ഈശോ അവരുടെ കൂടെ വഞ്ചിയിൽ കയറി. ഈശോ അവരുടെ കൂടെ യാത്ര തുടരുന്നു. കാറ്റ് ശമിച്ചു, എല്ലാം ശാന്തമായി. അവർ കരക്കടക്കുന്നു. ഈശോയെ അവർ ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നേർചിത്രം ഈ വചനഭാഗത്ത് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഇവരെ യാത്ര ആരംഭിക്കുന്നു, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ഈശോ കടന്നു വരുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഒടുവിൽ ശാന്തമായി തീരത്തെത്തുന്നു. സന്ദേശം വ്യക്തമാണ്. നിന്റെ ജീവിത നൗകയെ എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അച്ഛൻ ആവർത്തിച്ച് പറയട്ടെ.